one and all to Iktara 25, the 35th annual day of Ideal Global School. Today, we unleash a whirlwind of talent, a symphony of creativity, and a celebration that will leave you spellbound. A momentous occasion where we come together to celebrate a year of academic excellence, artistic brilliance, and blossoming of young minds. We are delighted to have you join us as we showcase the talents and achievements of our students. Let us extend a heartfelt welcome to all our esteemed guests gracing this occasion with their presence. To start this glorious event on the perfect note, let us begin with the most divine invocation. I invite Aslih KK to lead us with a soulful prayer. Hello. بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. Thank you. And it is time to officially welcome you all. To do the honors, may I request our esteemed principal of Ideal Global School, Mr. Nishad Pullambalavan, a visionary leader and backbone of our institution. Sir, please. സ്റ്റേജിൽ ഉപേക്ഷിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഐഡിയൽ സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, നല്ലവരായ നാട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഐഡിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ധർമ്മഗിരി വേങ്ങര ക്യാമ്പസുകളായി പ്രവർത്തിക്കുന്ന സ്കൂൾ അതിൻ്റെ 35ാം വാർഷികാഘോഷ പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം 35 വർഷങ്ങൾ പിന്നിടുക എന്നുള്ളതോ അതിൻ്റെ ഒരു വാർഷികം ആഘോഷിക്കുക എന്ന് പറയുന്നതും ഒരു പക്ഷേ അത്ര വലിയ പുതുമയുള്ളൊരു കാര്യമല്ലായിരിക്കാം. പക്ഷേ ഐഡിയൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ഓരോ അംഗങ്ങൾക്കും അത് വലിയ വിലയേറിയ അനുഭവങ്ങൾ തന്നെയാണ്. സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഈച്ച് ഇയർ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കാലഘട്ടത്ത് 1989 ആരംഭിച്ച് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഓരോ സ്റ്റെപ്പും അഡ്വാൻസ്ഡായിട്ട് എത്രയും പെട്ടെന്ന് അപ്ഡേഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നൊരു ക്യാമ്പസ്, അതിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ നമുക്കെല്ലാം അതിൽ അഭിമാനിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആനുവൽ ഡേയും. എല്ലാ വർഷവും നമ്മൾ ഒരുപക്ഷെ ഇതേ ഹാളിൽ തന്നെ 3-4 വർഷമായിട്ട് നമ്മൾ ആനുവൽ ഡേ കണ്ടക്ട് ചെയ്യുന്നു. ഓരോ ആനുവൽ ഡേയും നമുക്ക് പുതുമയേറിയ അനുഭവങ്ങളാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യത്തെ ആനുവൽ ഡേ നമ്മൾ ഈ ഫോർമൽ സെഷൻ വെച്ചിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപക്ഷെ കുട്ടികളെല്ലാവരും പലരും ആവശ്യപ്പെട്ട
അദ്ദേഹത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫോർമൽ സെഷൻ പോലും നമ്മൾ റീഷെഡ്യൂൾ ചെയ്യുകയുണ്ടായി. ബഹുമാനപ്പെട്ട നിഷാദ് റാവുത്തർ സർ, മീഡിയ വൺ അസോസിയേറ്റ് എഡിറ്റർ, കോർഡിനേറ്റിംഗ് എഡിറ്റർ, അദ്ദേഹം നമ്മുടെ ഒരുപാട് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുകയും ഇന്ന് പോലും അദ്ദേഹം സത്യത്തിൽ ഡ്യൂട്ടി ടൈമിലാണ്, എന്നാലും ഇവിടേക്ക് വരാമെന്ന് സന്തോഷം അറിയിക്കുകയും കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നതിലുള്ള സന്തോഷം ആദ്യമേ പങ്കിടുകയാണ്. അദ്ദേഹം ഡ്യൂട്ടി ടൈമിലാണെന്നുള്ളത് കൊണ്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഐഡിയൽ സ്കൂൾ ഫാമിലിയിലേക്ക്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥി, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനും ഐഡിയൽ സ്കൂളിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ റിവീൽ ചെയ്യുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിഷാദ് റാവുത്തർ സാറെ ആദരപൂർവ്വം ഐഡിയൽ ഫാമിലിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ട്രസ്റ്റ് സെക്രട്ടറി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സലാം സാർ, ട്രസ്റ്റ് സെക്രട്ടറി സക്കരിയ പനക്കൽ, ട്രസ്റ്റ് മെമ്പറും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എയർ നഗർ ഏരിയ പ്രസിഡൻറ്റുമായിട്ടുള്ള കമറുദ്ദീൻ മാഷ്, അതുപോലെ തന്നെ കുഞ്ഞാവ സാഹിബ്, അതുപോലെ തന്നെ സക്കരിയ പുള്ളാട്ട്, നമ്മുടെ PTA പ്രസിഡൻറ്റ്, സ്കൂൾ മാനേജർ PP അബ്ദുറഹ്മാൻ മാഷ്, എല്ലാത്തിനും ഉപരിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, ഒരുപക്ഷെ രാവിലെ നമ്മുടെ പ്രോഗ്രാം 10 മണിക്കാണെങ്കിലും ആരംഭിച്ചതെങ്കിലും 8 മണി 8:30 കൂടി എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഈ ഒരു സുദിനത്തിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Thank you, sir, for your warm words of welcome and setting the tone for this momentous occasion. It's my privilege to invite Mr. Zakaria Panakal, the Secretary, Wangara Islamic Charitable Trust, a man who has been instrumental in steering our institution to greater heights, to deliver the presidential address. Sir, please. Alhamdulillah. Salatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in. പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യാതിഥി ശ്രീ നിഷാദ് റാവുത്തർ, അദ്ദേഹം മാധ്യമത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററാണ്. നമ്മുടെ പ്രിൻസിപ്പാൾമാർ, എൻ്റെ സഹ ട്രസ്റ്റ് മെമ്പർമാർ, പ്രിയപ്പെട്ട അധ്യാപകർ, രക്ഷിതാക്കൾ, പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവം തമ്പുരാൻ സർവാധിനായകനായ അല്ലാഹു നമ്മെ അവൻ്റെ എല്ലാ ബ്ലെസ്സിങ്സോടും അനുഗ്രഹങ്ങളോടും കൂടി നമ്മെ സദാ വർഷിക്കുമാറാകട്ടെ. 35 വർഷത്തെ കാലയളവിനെ അടയാളപ്പെടുത്തുന്ന വാർഷികാഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്താർ, ഒറ്റക്കമ്പി വീണ എന്നാണ് മറ്റാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും 35 വർഷം എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഒരു നീണ്ട കാലയളവായിരുന്നു. 1989 നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ട്രസ്റ്റിൽ അന്ന് നമ്മെ നയിച്ചിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഉള്ള ചിലരൊക്കെ ഇന്ന് ശയ്യാവലംബികളാണ്. പ്രായം കൊണ്ടും അനാരോഗ്യം കൊണ്ടും അവർ നമ്മോടൊപ്പം ചേരാൻ വയ്യാത്ത അവസ്ഥയിലാണുള്ളത്. മൊത്തത്തിൽ 5 ട്രസ്റ്റ് അംഗങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. കഴിഞ്ഞ വാർഷികാഘോഷത്തിന് ശേഷം തന്നെ 2 പ്രിയപ്പെട്ട അംഗങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അവർക്കെല്ലാവർക്കും വേണ്ടി, മരിച്ചുപോയവരുടെ ആഖിറത്തിന് വേണ്ടിയിട്ടും ജീവിച്ചിരിക്കുന്നവരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം കാൽപ്പാടുകളാണ് നാം ഇന്നും പിന്തുടരുന്നത് എന്ന് സന്തോഷത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും നമുക്ക് ഓർക്കാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ച് ഇത് വെറുമൊരു ആനുവൽ ഡേ അല്ല. നമ്മുടെ കുട്ടികളുടെ കഴിവിൻ്റെയും മികവിൻ്റെയും അധ്യാപകരുടെ ശിക്ഷണത്തിൻ്റെയും നമ്മുടെ സ്ഥാപനം നൽകിയ മൂല്യത്തിൻ്റെയും ഒക്കെ
ഒരു സമ്മേളനമാണ്, അതിൻ്റെ കൂട്ടായ ശ്രമങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൺകുളിർമയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പരിപാടികളെല്ലാം. നമ്മുടെ വഴിയിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. നമ്മൾ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ചേർന്ന് അതിനെ തരണം ചെയ്ത് നമ്മൾ ഇന്ന് സ്തുത്യർഹമായ ഒരവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി. ഏതായിരുന്നാലും ഈ അവസരത്തിൽ കൂടുതൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങളെല്ലാവരും മക്കളുടെ കലാപരിപാടികൾ കാണുന്നതിന് വേണ്ടി കാതും കണ്ണും കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ മുഖ്യാതിഥി ഇളകാത്ത നിലപാടുകളുടെ, അൺഷെയ്ക്കബിൾ നിലപാടുകളുടെ വക്താവ് കൂടിയായ നമ്മുടെ നിഷാദ് റാവുത്തർ അവർകൾ, അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഗുണപാഠങ്ങളാവട്ടെ, അല്ലെങ്കിൽ വെളിച്ചമാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എല്ലാവർക്കും, ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞു. ബഹുമാനപൂർവം ഈ പരിപാടി മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടി മൈക്ക് കൈമാറുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you, sir, for your inspiring words and your unwavering dedication to our institution. Now, let's have a look on some short videos of Dharmagiri Group of Institutions, Ideal Global School and Mount Zain, an exclusive program for high secondary girls. Three decades ago, a vision was born. A vision to nurture a generation of individuals rooted in values, equipped with both moral and modern education. What started as a school for producing generations of humans with values, today stands tall with a legacy of providing holistic, fun-filled Montessori education that lays the foundation for lifelong learning to higher secondary education that shapes students to be future ready. We are committed to meet the emerging needs and trends of modern education in terms of technology-driven academics, result-oriented co-curricular activities, and more importantly, value inculcation in young minds. On top of serene hills, just 13 kilometers from Calicut International Airport, Ideal Global Residential School offers a peaceful environment where students can focus, grow, and thrive. Towards excellence, we offer a host of programs and events in art, science, and sports. Through our Smart Plus program, we help students to be future ready. Additionally, we focus on building language proficiency and 21st century skills, empowering students to communicate effectively in this ever-evolving world. At the higher secondary level, Ideal Global branches into 2 exclusive residential campuses designed to empower young minds: Mount Zain for girls and Edmount for boys. Our seasoned teachers, well-equipped science and IT labs, and an expansive knowledge library ensure a well-rounded education for every student. Education at Ideal Global is with a strong emphasis on sports, arts, and co-curricular activities nurturing talent and confidence. Ideal Global Residential School is a place where values meet vision and learning becomes passion and pleasure. ധർമ്മഗിരിയിലെ ഓരോ പുലർക്കാലവും ഞങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ്. നേരത്തെ ഉണർന്നു റബ്ബിന് ശുക്ർ ചെയ്ത് ഞങ്ങൾ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ
صباح الخير. صباح النور. كيف أنتم؟ زين الحمد لله. സമയം നമ്മൾ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോഴാണ്. അക്കാദമിക വിഷയങ്ങൾ കൂടാതെ സോഫ്റ്റ് സ്കിൽ പരിശീലനം, ധാർമ്മിക പഠനം, ടോക്കിംഗ് ക്ലബ്, പിന്നെ കരൽ ഗൈഡൻസ് ക്ലാസുകൾ, ഇതെല്ലാം ചേരുമ്പോൾ ഓരോ നിമിഷവും ഉപകാരപ്രദമാവുകയാണ്. A pupa metamorphoses into a multicolored butterfly. You can also bring out all your creative talents. I always learn to dream, but today I realize that just cherishing a dream cannot take me anywhere. I must plan, not just dream. +1 and +2 is a decisive period in your life. You must be serious about it. Let the students get the best of both the worlds, and Dharmagiri campus is all set for that. I call it a 360-degree education. We learn swimming, boxing, and spend some quality time in our coffee shop here. If success is our destination, we must follow the footsteps of Prophet Muhammad sallallahu alaihi wasallam. We will get there, inshallah. സൃഷ്ടാവിനെ അറിയാനും സൃഷ്ടികളെ അറിയാനും സ്വയം തിരിച്ചറിയാനും മികച്ച കരിയർ ബിൽഡ് ചെയ്യാനും ഉള്ളതായിരിക്കണം വിദ്യാഭ്യാസം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. We are honored to have with us today our esteemed chief guest, Mr. Nishad Rauter, Associate Co-Editor of Media One. Nishad Rauter is an esteemed media professional known for his significant contributions to journalism and broadcasting. With 7 years of experience at Media One, he has become a distinguished presence through acclaimed programs such as Out of Focus, Nilabadu and Special Edition. His dedication to the field has earned him notable recognition, including the Poovachal Kadar Cultural Forum Award in 2023 and the Master Vision International Award last year. Committed to delivering the insightful and impactful content, Nishad Rauter continues to shape the media landscape with his expertise and professionalism. He serves as an inspiration to students aspiring to pursue a career in journalism. Sir, your presence graces this occasion immensely. And now we proudly invite Mr. Nishad Rauter for the inauguration of ICTARA 25, our 35th annual day celebration, and for the formal announcement of our new project, High Secondary Batch for Boys. Sir, please. പ്രിയപ്പെട്ടവരെ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എങ്ങനെയാണോ ഈ പരിപാടി തീരുമാനിച്ചിരുന്നത് അതിൻ്റെ ഒരു ഷെഡ്യൂൾ മാറ്റേണ്ടി വന്നു, ഞാൻ വരേണ്ടതുകൊണ്ട് എന്ന് പറഞ്ഞു. വ്യക്തിപരമായി എനിക്ക് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ സ്കൂളിനും ആ കാര്യത്തിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായെങ്കിൽ അതിലുള്ള ഖേദം പ്രകടിപ്പിക്കാനാണ് എനിക്ക് ആദ്യം തോന്നുന്നത്. എന്തായാലും ഈ പരിപാടിയുടെ ഭാഗമാകുന്നതിലുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായി അവരുടെ ഓർമ്മകളിൽ അടയാളപ്പെടുത്തട്ടെ എന്ന് ആശിക്കാം. വിദ്യാഭ്യാസ കാലം, സ്കൂൾ കാലം നിശ്ചയമായും മനോഹരമായ ഓർമ്മകളുടെ കാലമാണ്, തിരിച്ചു കിട്ടാത്ത വസന്തകാലമാണെന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ അതിലെ എല്ലാ കളർഫുൾ മൊമെൻറ്റ്സും, വർണ്ണാഭമായ എല്ലാ ദിവസങ്ങളും നിശ്ചയമായും നമ്മുടെ ഓർമ്മകളിൽ വിളങ്ങി നിൽക്കട്ടെ. അത്ര നല്ല മെമ്മറീസ് ഉണ്ടാക്കാൻ ഈ പരിപാടിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. രണ്ടാമത്തെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം അല്ലെങ്കിൽ ഉദ്ഘാടകൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എപ്പോഴുള്ള എൻ്റെ ഒരു ആശയക്കുഴപ്പം, ഞാൻ എവിടെ പോയാലും പറയും, ഈ ഒരു സ്കൂൾ ആനിവേഴ്സറിയിൽ മൈക്ക് വന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ ദീർഘമായി എന്തു പറയും, എന്തിനെക്കുറിച്ച് സംസാരിക്കും, എന്തിനെക്കുറിച്ച് ഉപദേശിക്കും എന്നൊക്കെ എനിക്ക് നല്ല ആശയക്കുഴപ്പമാണ്. കാരണം അക്കാഡമിക്കലി നിങ്ങളെ ഗഹനമായി ഉപദേശിക്കാൻ തക്കവണ്ണം ജ്ഞാനമുള്ള ആളല്ല ഞാൻ. രണ്ടാമത്തേത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുമാത്രം ഇൻട്രസ്റ്റിംഗ് ആയി കേട്ടിരിക്കാൻ കഴിയും. ഒരു TV ജേർണലിസ്റ്റ് നിലയ്ക്കുള്ള എപ്പോഴുള്ള എൻ്റെ കൺസേൺ, നമ്മൾ പറയുന്ന ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കേട്ടിരിക്കാൻ പറ്റണം.
ആളുകൾക്ക് നമ്മളെ കേട്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ ആ ഷോ വൈൻഡപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുമാത്രം ഞാൻ നിങ്ങൾക്ക് കൺവിൻസിങ് ആയ രീതിയിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുക എന്ന പ്രശ്നം എന്നെ എപ്പോഴും അലട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു അഡ്വൈസ് ബെയിലെടുക്കുകയാണ്. ഇനി ഒരു സ്കൂളിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പരിപാടി നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി എനിക്ക് തോന്നുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പൗരനെ രൂപപ്പെടുത്തുന്നതിൽ, ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതിൽ സ്കൂൾ വലിയ പങ്കാളിത്തം നിർവഹിക്കുന്നു എന്ന അഭിപ്രായം വ്യക്തിപരമായി എനിക്കുണ്ട്. നമ്മളെല്ലാവരും എത്രയോ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലീശേ വാചകമാണ്, പൗരനെ രൂപപ്പെടുത്തുന്നത്, ഭാവിയുടെ പൗരനെ ഉണ്ടാക്കുന്നത് സ്കൂളുകളാണ് എന്ന്. പക്ഷേ ആ സ്കൂളുകൾ എന്തുമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, എന്തുമാത്രം നവീനമായ, എന്തുമാത്രം ആധുനികമായ, കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുന്ന അധ്യാപന രീതികൾ അവലംബിക്കുന്നുണ്ട് എന്ന പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. സ്കൂളിലെ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, അവരത് പഠിക്കുന്നു. ചില ആളുകൾ അതിൽ സ്കിൽഡ് ആവുന്നു, എക്സലൻ്റ് ആവുന്നു, ചില ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടുന്നു. അവരോട് എല്ലാവരോടും നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകാൻ പറയുന്നു. അങ്ങനെ ചില പ്രത്യേക കള്ളികളിൽ ഒതുക്കിക്കൊണ്ട് നിങ്ങൾ നമ്മുടെ ഗോൾസ്, കുഞ്ഞുങ്ങളുടെ നേട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒന്നുകിൽ ഡോക്ടർ ആവാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഹൈ പ്രൊഫൈൽ ജോലി കിട്ടാൻ കഴിയണം. അപ്പോഴാണ് നിങ്ങളുടെ കരിയർ സക്സസ്ഫുൾ ആവുക, നിങ്ങളുടെ പഠനം നിങ്ങളുടേത് മീനിങ് ഫുൾ ആവുക എന്ന് പറയുന്നു, പഠിപ്പിക്കുന്നു. കുറേ കുട്ടികൾ അതിൽ അച്ചീവ് ചെയ്യുന്നു, കുറേ ആളുകൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പാതയിൽ, വഴിയിൽ വീണു പോകുന്നു. അവരെ നമ്മൾ ലൂസേഴ്സ് എന്ന് വിളിക്കുന്നു, പരാജയപ്പെട്ടു പോയ മനുഷ്യർ. നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, നല്ല മാർക്ക് കിട്ടുന്നില്ല, എല്ലാറ്റിനും നിങ്ങൾക്ക് എന്തുകൊണ്ട് A+ കിട്ടുന്നില്ല എന്ന സ്വാഭാവികമായ പരിദേവനം നമ്മൾ പറയുന്നു. അപ്പം ഞാൻ ഈ സ്കൂളിൻ്റെ നടത്തിപ്പുകാരുമായി ഇത്രയും സമയം സംസാരിച്ചതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യങ്ങളിലൊന്ന്, ആളുകൾക്ക് എന്തൊക്കെയാണോ അവരുടെ ഇൻട്രസ്റ്റ് ഏരിയ എന്ന് മനസ്സിലാക്കുകയും അവ ഗുണപരമാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ സ്റ്റെപ്സ് എടുക്കുക എന്നത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്, ഞങ്ങളുടെ ഒരു പ്രധാന പദ്ധതിയാണെന്ന് പറയുന്നു. അത് വലിയ കാര്യമാണ് എന്ന് തോന്നുന്ന ആളാണ് ഞാൻ. ഇപ്പം ഞാൻ പറയുന്നത്, ഞാനൊരു BSc സുവോളജി ഗ്രാജുവേറ്റാണ്. ഡിഗ്രി വരെ ഞാൻ പഠിച്ചത് ജന്തുശാസ്ത്രമാണ്. അതിനുശേഷം സ്വാഭാവികമായും പിന്നീട് ഞാൻ എടുക്കേണ്ടത് എന്താണ്? ഞാൻ MScക്ക് പോകാം, മൈക്രോബയോളജിക്ക് പോകാം. എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ പോയത് പലരും MSc എടുത്തു, പലരും മൈക്രോബയോളജി എടുത്തു. അതുമായി ബന്ധപ്പെട്ട പഠനശാഖയിലേക്ക് പലരും പോയി. ആ കൂട്ടത്തിൽ ഒരൊറ്റ അധ്യാപകനാണ് എന്നോട് പറഞ്ഞത്, നീ MScക്കും പോകരുത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉപരിപഠനത്തിനും പോകരുത്, പോയിട്ട് കാര്യമില്ലെന്നാണ്. കാരണം അദ്ദേഹത്തിന് എന്നെ നന്നായി മനസ്സിലായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരനോട് പറഞ്ഞു, നീ പോയി ജേർണലിസം പഠിക്കുമെന്ന്. അപ്പോൾ ഞാൻ ജേർണലിസം പഠിക്കുന്ന കാര്യം എൻ്റെ വീട്ടുകാർക്ക് അത്ഭുതമായിരുന്നു, എൻ്റെ സുഹൃത്തുക്കൾക്ക് അത്ഭുതമായിരുന്നു, സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾക്കൊക്കെയും അത്ഭുതമായിരുന്നു. ജേർണലിസം പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ജേർണലിസം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജേർണലിസം. അപ്പോൾ അവർ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്നത് ഒരു ജുബ്ബയൊക്കെ ഇട്ട് മുഷിഞ്ഞ ഒരു സഞ്ചിയൊക്കെ തൂക്കിയ ഒരു മനുഷ്യൻ ഭരണകൂടത്തോടും എല്ലാ അനീതിക്കെതിരായും ഫൈറ്റ് ചെയ്യപ്പെടുന്നു. അവസാനം അയാൾ പരാജയപ്പെട്ടു പോകുന്നു, അയാളെ മാഫിയകൾ കൊന്നുകളയുന്നു, അയാൾക്ക് കാര്യമായ ശമ്പളമൊന്നും കിട്ടാതാവുന്നു, അയാളുടെ ജീവിതത്തിൽ ഒരു പരാജയപ്പെട്ടവനായി പോകുന്നു. അപ്പോൾ ഇങ്ങനെ മുഷിഞ്ഞ തുണിസഞ്ചിയും തൂക്കി നടന്നലഞ്ഞ് പരാജയപ്പെടാനുള്ള ഒരു പണി ചൂസ് ചെയ്യണോ എന്ന് എന്നോട് ആൾക്കാർ ആത്മാർത്ഥമായി ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളോട് ആൾക്കാർ ആക്ഷേപത്തിൽ ചോദിക്കുന്നതല്ല, മറിച്ച് അവർ വിചാരിക്കുന്നു ഇവൻ്റെ ലൈഫിൽ ഇവനതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ്. അപ്പോൾ പക്ഷെ ഒരേ ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, ഇതാണ് നീ പഠിക്കാൻ പോകുന്നത് ജേർണലിസമാണെന്ന്. എനിക്കും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തോന്നിയ ഒന്ന് അങ്ങനെയാണ്. ഞാനൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു, അതിനുശേഷം ഇപ്പോൾ 17 വർഷമായി ജേർണലിസം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജേർണലിസത്തിൽ ഞാനൊരു മഹാവിജയമാണെന്നോ, ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയോ മാതൃകാപരമായി അച്ചീവ് ചെയ്തു, അത് നിങ്ങൾ കാണുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള മോഹം, ഈ 17 വർഷം ജേർണലിസം ചെയ്തതിന് ശേഷവും ജേർണലിസം മോശമാണെന്നോ, എനിക്ക് തെറ്റിപ്പോയി എന്നോ, എനിക്ക് ഡീവിയേഷൻ എടുക്കാമായിരുന്നുവെന്നോ, എനിക്ക് വേറെന്തെങ്കിലും പോയി ആകാമായിരുന്നു എന്നുള്ള നിരാശ ഒരു കാലത്തും ഒരു നിമിഷത്തിലും എന്നെ പിടികൂടിയിട്ടില്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും മെമ്മറിയിൽ തിളങ്ങി നിൽക്കുന്ന അധ്യാപകൻ, അദ്ദേഹത്തെ എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുള്ള അപൂർവം അധ്യാപകരിൽ ഒരാൾ അദ്ദേഹമാണ്. കാരണം അദ്ദേഹമാണ് ശരിയായ വഴി, നമ്മുടെ മനസ്സ് കണ്ട മനുഷ്യൻ, ഉള്ളു കണ്ട മനുഷ്യൻ. നമ്മുടെ ഉള്ളു കാണുന്ന അധ്യാപകരുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയും ഞാൻ. കാരണം അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങൾ സ്കൂളിൽ അനുഭവിച്ച ആളല്ല ഞാനൊരു ശരാശരിക്കാരനായിരുന്നു. ശരാശരിക്കാരനായതിൻ്റെ പേരിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ക്ലാസ് റൂമിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. വളരെ 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 തുലവും തുച്ഛം അധ്യാപകർ മാത്രമേ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്, എന്തുകൊണ്ടാണ് ഉഴപ്പുന്നത്, എന്തുകൊണ്ടാണ് നന്നാവാത്തത് എന്ന ചോദ്യം വളരെ സ്നേഹത്തോടെ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം പേരാലും അവഗണിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും സ്കൂൾ കാലം മനോഹരമാണ്, മെമ്മറബിൾ ആണെന്ന് പറയുമ്പോൾ അത്ര മനോഹരമായ ഓർമ്മകൾ എനിക്ക് സീരിയസ്ലി ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്കൂൾ കാലം നിങ്ങളുടെ ഓർമ്മയിൽ ഏറ്റവും മനോഹരമാകുന്നതിന് ഏറ്റവും പ്രധാന കാര്യം നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതാണ്.
അത് നിങ്ങളെ ക്ലാസ് റൂമിൽ സിലബസിനകത്തെ കാര്യങ്ങൾ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിപ്പിച്ച് നിങ്ങളെ ഒഴിവാക്കുന്ന അധ്യാപകൻ നിശ്ചയമായും ഒരു നല്ല അധ്യാപകനല്ല. മറിച്ച് നിങ്ങൾ ഓരോരുത്തരും ആരാണെന്ന് മനസ്സിലാക്കുന്ന ആൾ, നിങ്ങൾ ഏറ്റവും പഠിക്കാത്ത മനുഷ്യനെ, നിങ്ങൾ ഏറ്റവും പിറകിൽ നിൽക്കുന്ന മനുഷ്യനെ, ഏറ്റവും പിറകിലെ കസേരയിലിരിക്കുന്ന മനുഷ്യനെ വിളിച്ചടുത്ത് നിർത്തിയിട്ട് നിനക്കെന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്ന സ്നേഹരൂപിയായ അധ്യാപകനാണ് മീനിങ് ഫുള്ളായ അധ്യാപകൻ. അപ്പോൾ അത്തരം അധ്യാപകരുണ്ടാവുക, അതിൻ്റെ സൂചനയാണ് നിങ്ങൾക്ക് എന്ത് പഠിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്കൂളിൽ പോയപ്പോൾ ആ സ്കൂളിലുള്ള ഒരു പുതിയ സംവിധാനമാണ് സ്കിൽ ലാബ് എന്ന പേരിലൊരു പദ്ധതി അവർ ആവിഷ്കരിക്കുന്നു. നിങ്ങൾക്ക് സ്കൂളിലെ പുസ്തകത്തിലെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗതികൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് ഗവേഷണം നടത്താനും ഒക്കെ സ്കിൽ ലാബുകൾ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാൻ. അപ്പോൾ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക, ഇഷ്ടമുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരുണ്ടാവുക, വലിയ സംഗതിയാണ് അത്. ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇഷ്ടമുള്ള എല്ലാ വഴിയും പോകാൻ കഴിയില്ല. കാരണം ഓരോ കാലത്തും നമ്മുടെ ഇഷ്ടങ്ങൾ ഓരോന്നായിരിക്കും. ആ ഇഷ്ടങ്ങളെല്ലാം നമ്മളെ റൈറ്റ് വേയിലേക്ക് എത്തിക്കണമെന്ന് നിർബന്ധമില്ല. അവയെല്ലാം സക്സസ്ഫുള്ളായി നമ്മളെ ഒരു വഴിയിൽ കൊണ്ടുവരണമെന്നില്ല. അപ്പം നമ്മുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുകയും അതിൽ ആരോഗ്യകരമായവയെ ചൂസ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന അധ്യാപകരുണ്ടാവണം. അപ്പോൾ നേരത്തെ സംസാരിക്കുമ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്ന് ഈ ഒരു അന്തരീക്ഷം നമ്മളെപ്പോഴും ഫോഴ്സ് ചെയ്യുന്നതാണ്. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആയാൽ മാത്രം മതിയോ? എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആയാൽ അവർക്കെല്ലാവർക്കും ഇവിടെ പണിയുണ്ടാവുമോ? നോക്കൂ, AI ടെക്നോളജി അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, ചൈനയുടെ ഡീപ് സീക്ക് എന്ന് പറയുന്ന AI ടെക്നോളജി, AI ചാറ്റ് ബോട്ട് എന്തുമാത്രം അത്ഭുതാവഹമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഡോക്ടറാവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൈന AI ഡോക്ടർമാരെ പരീക്ഷിച്ചു കഴിഞ്ഞു. OPയിലിരിക്കുന്ന ഡോക്ടർ അവിടെ വരുന്ന ആളുകളെ എല്ലാവരെയും പരിശോധിക്കും, അവർക്ക് എന്താണ് അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് ചോദിക്കും, എല്ലാം ചോദിച്ചതിന് ശേഷം അവർക്ക് മരുന്ന് കുറിക്കും. അപ്പോൾ ചൈന പരീക്ഷണം നടത്തിയിട്ട് ഹ്യൂമൻ ഡോക്ടർമാരുടെ ഒരു പാനൽ ഓരോരുത്തരെയും എന്താണ് ഈ റോബോട്ട് പരിശോധിച്ചത്, അവരുടെ അസുഖം ശരിയായി അതിന് മനസ്സിലാക്കിയിട്ടുണ്ടോ, മരുന്ന് കുറിച്ചത് കറക്റ്റാണോ എന്ന് ഹ്യൂമൻ ഡോക്ടേഴ്സിൻ്റെ ഒരു പാനൽ പരിശോധിക്കുമ്പോൾ 98% എബോവ് ആളുകൾക്ക് AI റോബോട്ട്, AI ഡോക്ടർ കുറിച്ച മരുന്നുകൾ, കണ്ടെത്തിയ അസുഖങ്ങൾ കറക്റ്റാണ് എന്ന് അവർ കണ്ടെത്തുകയാണ്. സർജറികൾ നടത്താൻ AI ഉപയോഗിക്കുന്നു. എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ജേർണലിസത്തിൻ്റെ കാര്യത്തിലായാലും വാർത്താ അവതാരകരെ ഒരു വാർത്താ അവതാരകനെ എൻ്റെ ചാനൽ ഓൾറെഡി അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയിലും ടെക്നോളജി വികസിക്കുന്നതിനൊപ്പം എല്ലാത്തിൻ്റെയും സാധ്യതകൾ റീഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഓർക്കണം. അതുകൊണ്ട് സമൂഹത്തിലെ ഏതോ ഉന്നതമായ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭിഷഗ്വരനാവുക, ഡോക്ടറാവുക, അല്ലെങ്കിൽ ഒരു ഹൈ പെയ്ഡ് എഞ്ചിനീയറായി മാറുക, അങ്ങനെ ഒരു വലിയ പരമ്പരാഗതമായി നമ്മുടെ പൂർവികർ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന മേഖലകൾ മാത്രമാണ് പോയി ജോലി ചെയ്യേണ്ടത് എന്ന വിചാരം തിരുത്തുകയും ഇനിയും ഒരുപാട് മേഖലകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒരുപാട് മേഖലകൾ നമുക്ക് എക്സൽ ചെയ്യാനുണ്ട്. മനുഷ്യർക്ക് പുതിയ കാലത്ത് പുതിയ വെല്ലുവിളികൾ, പുതിയ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ എക്സ്പേർട്സിനെയാണ് ആവശ്യമായിട്ട് വരിക. അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ, അതിനുള്ള വഴികൾ തെളിച്ചു തരാനുള്ള അധ്യാപകരുണ്ടാകുന്നത് വലിയ കാര്യമാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് നിങ്ങൾ ഞാനിതിനെ പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളിലേക്ക് വഴിതെളിക്കാൻ ഉള്ളൊരു പ്ലാൻ അധ്യാപകർക്കുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, വ്യക്തിപരമായ വിജയങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ നന്നായി കളയാം എന്ന ഒരു സ്വാർത്ഥമോഹം ഒരിക്കലും ഉണ്ടായിക്കൂടാ. നല്ല സ്കൂളിലാണ് ഇപ്പം നിങ്ങൾ പഠിക്കുന്നത്, മനോഹരമായ വിദ്യാഭ്യാസ കാലഘട്ടമുണ്ട്, നല്ല ക്ലാസ് റൂമുകളുണ്ട്, നല്ല അധ്യാപകരുണ്ട്, നല്ല സിലബസ് ഉണ്ട്, നിങ്ങൾ ജീവിതത്തിൽ എവിടെ എത്തിച്ചേരണമെന്ന് ശരിയാവണ്ണം നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ സ്കൂൾ പോലെ, നിങ്ങളുടെ ക്ലാസ് റൂം പോലെ മനോഹരമായ ഒരു ലോകമല്ല. നിങ്ങളുടെ സ്നേഹനിധികളായ അധ്യാപകരെ പോലെ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ വരൂ പുതിയ കാലത്തിൻ്റെ പൗരന്മാരെ എന്ന് പറഞ്ഞ് നിങ്ങളെ ചേർത്തണയ്ക്കാൻ കാത്തിരിക്കുന്ന ഒരു സൊസൈറ്റി അല്ല. മറിച്ച് ഈ സൊസൈറ്റി ഭയങ്കരമായൊരു കോംപ്ലക്സ് സൊസൈറ്റിയാണ്, സങ്കീർണമായൊരു സൊസൈറ്റിയാണ്. അതിനകത്ത് നിന്ന് പിഴയ്ക്കാൻ, അതിജീവിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം? വലിയ സാമൂഹ്യ ബോധമുണ്ടാവേണ്ടതുണ്ട്. അത് പ്രധാന കാര്യമാണ്. പുസ്തകത്തിലേത് പഠിച്ച് 1ാം റാങ്ക് മേടിച്ച് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് അതിജീവിക്കാം എന്ന അതിവിചാരം ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് നിങ്ങളുടെ സമൂഹം എന്താണെന്ന് പഠിക്കൽ പ്രധാന കാര്യമാണ്. സമൂഹം എന്താണെന്ന് പഠിക്കുക, രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കുക,
രാഷ്ട്രീയം എന്ന വാക്ക് കേൾക്കുമ്പോൾ രാഷ്ട്രീയം ഏതായാലും കക്ഷി രാഷ്ട്രീയമാണ് എന്ന് വിചാരിച്ചുകൂടാ. മറിച്ച് നമ്മുടെ സൊസൈറ്റി എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു, ആരൊക്കെ അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്, അതിൽ അപകടകരമായ വഴികളുണ്ടോ, ഉണ്ടെങ്കിൽ തടയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടോ എന്ന് പഠിക്കൽ പ്രധാനമാണ്. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, ഞങ്ങൾ സ്വസ്ഥമായി ജീവിച്ചു പൊക്കോളും, ഞങ്ങൾക്കിതിലൊന്നും ഒരു താല്പര്യമില്ല, സമൂഹം എങ്ങോട്ടെങ്കിലും പോകട്ടെ എന്ന സ്വാർത്ഥ വിചാരം ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താണ്? ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യകരമായിട്ടുള്ള, സ്നേഹരൂപമുള്ള, സൗഹാർദ്ദരൂപമുള്ള ഒരു സൊസൈറ്റിയിലെ എല്ലാവർക്കും സമാധാനമായി ജീവിക്കാൻ കഴിയൂ. പക്ഷേ ജേർണലിസ്റ്റ് എനിക്ക് ഉപദേശിക്കാൻ തോന്നുന്ന ഏറ്റവും പ്രധാന കാര്യം നമ്മുടെ സമൂഹത്തെ ആരോഗ്യകരമായി നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുക എന്നത് കുട്ടികൾ ആലോചിക്കേണ്ട കാര്യമാണ്. എൻ്റെ കുട്ടിയെ സാമൂഹ്യ ബോധമുള്ള കുട്ടിയായി, രാഷ്ട്രീയ ബോധ്യമുള്ള കുട്ടിയാക്കിയേ ഞാൻ വളർത്തു എന്ന നിശ്ചയദാർഢ്യം രക്ഷിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവുക പ്രധാനമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ക്ലാസ് റൂമിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച നിങ്ങളുടെ കുട്ടി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ പകച്ചു പോകും. കാരണം തെരുവ് സങ്കീർണതകളുടേതാണ്, കലാപങ്ങളുടേതാണ്, മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അടുപ്പിക്കുന്ന, അങ്ങനെ അടുപ്പിച്ച് മനുഷ്യരെ സംഘർഷത്തിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ ദൃഷ്ടിയിൽ നിന്നകറ്റി നിരന്തരമായി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന സംവിധാനമുള്ള ഒരു നാട്ടിൽ നിങ്ങളുടെ കുട്ടിക്ക് അതിജീവിക്കാൻ എന്തു വേണം? സാമൂഹ്യ ബോധം ഉണ്ടാവുക പ്രധാനമാണ്. അടുത്തിരിക്കുന്ന കുട്ടിയെക്കുറിച്ച് അറിയൽ പ്രധാനമാണ്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ്, അവരൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കൽ പ്രധാനമാണ്. അവർക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടോ, അവരുടെ സാമൂഹ്യ പശ്ചാത്തലവും സാമ്പത്തിക പശ്ചാത്തലവും എന്താണ് എന്ന് മനസ്സിലാക്കലൊക്കെ അടിസ്ഥാന സാമൂഹ്യ ബോധം ഉണ്ടാക്കുന്നതിൻ്റെ പ്രക്രിയയിലെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രാഷ്ട്രീയ ബോധ്യമുള്ള, സാമൂഹ്യ ബോധ്യമുള്ള കുഞ്ഞുങ്ങളാക്കി വളർത്തുമെന്ന് തീരുമാനിക്കുക. അത് പ്രധാനമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് ഏരിയ, അവരുടെ സ്കിൽ ഏരിയ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുക. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ പലതരത്തിലുള്ള ടേസ്റ്റ് ഏരിയ ഉണ്ടാവാം. അതിനെ എല്ലാത്തിനെയും കയറി പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല. അപ്പോൾ അതിന് നിങ്ങൾ അക്കാഡമിഷ്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ മേഖലയിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രയോജനപ്പെടുത്താനാണ് ഇതുപോലുള്ള സ്കൂളുകളെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്. ആ സാധ്യതയും പരമാവധിയിൽ പ്രയോജനപ്പെടുത്തുക എന്നാണ് അടിസ്ഥാനപരമായി എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ നാട് എന്ന് പറയുന്നത് എല്ലാവരും ഇത്രയും പ്രിവിലേജ് ഉള്ളവരല്ല. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നല്ല സ്കൂളിൽ പഠിക്കുന്നു, നിങ്ങളൊരർത്ഥത്തിൽ വലിയൊരു ഒരു പ്രിവിലേജായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ആളുകളാണ്. നല്ല സ്കൂളിൽ പഠിക്കുന്നു, നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സ്കൂളിൻ്റെ പടി കാണാൻ പോലും യോഗമില്ലാത്ത, അധ്യയനത്തിന് ഒരു അർഹതയുമില്ലാത്ത, അർഹതയല്ല ഞാൻ പറയുന്നത്, ഒരു നിലയ്ക്കുമുള്ള സാധ്യതകളില്ലാത്ത കോടാനുകോടി മനുഷ്യർ നരകിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിലേക്കാണ് ഇറങ്ങിപ്പോകാൻ പോകുന്നത്. അവിടെ ഞാൻ പഠിച്ചതിൻ്റെ, അതുകൊണ്ട് എനിക്ക് കിട്ടുന്നതിൻ്റെ ഗുണം ഞാൻ എൻ്റെ സഹജീവിക്ക് പകർന്നു കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. സ്കൂള് കാണാത്ത മനുഷ്യർ, നല്ല വിദ്യാഭ്യാസത്തിന് അവകാശം കിട്ടാതെ പോയ മനുഷ്യർ, നല്ല ജോലി കിട്ടാതെ പോയ മനുഷ്യർ, അവർ നരകിച്ചാണ് ജീവിക്കുന്നതെന്ന് അവർക്ക് ജീവിക്കാനുള്ള, അവർക്ക് തുല്യാവകാശത്തിനുള്ള ബാധ്യത ഉണ്ടായിരുന്നുവെന്ന ബോധ്യം ഉണ്ടാവുക. അവരെ കൂടി സഹായിക്കാനുള്ള ഹൃദയവിശാലതയുടെ കരങ്ങൾ നീട്ടാൻ കഴിയുന്നവരായി നിങ്ങൾക്ക് കഴിയണം. നല്ല ജോലി ഉണ്ടാക്കുക മാത്രമല്ല, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുമ്പോൾ അതിൻ്റെ പങ്ക് പറ്റാൻ അർഹതയുള്ള മനുഷ്യർ ഈ നാട്ടിൽ വേറെ ഉണ്ട്, അതിൻ്റെ അവകാശികളായ ആളുകൾ. കാരണം എന്താണ്? നിങ്ങൾ നല്ല ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ, നല്ല സിലബസ് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ ഇതൊന്നുമേ കിട്ടാത്ത കോടാനുകോടി മനുഷ്യർ തെരുവിൽ ജീവിക്കുന്നുണ്ട്. അവരെ നിങ്ങൾ സഹായിച്ചാലല്ലാതെ, നിങ്ങളൊരു വലിയ ചെയറിലിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് സഹായത്തിന് വരുമ്പോൾ അവരുടെ നേരെ അനുതാപത്തിൻ്റെ കരം നീട്ടൽ നിങ്ങളുടെ പരമമായ ബാധ്യതയാണ്. അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയല്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ശമ്പളമല്ല, മനസ്സെന്താണ്? നിങ്ങൾക്ക് കിട്ടുന്ന ഈ മുഴുവൻ സൗകര്യങ്ങൾക്കും കിട്ടാൻ അർഹതയുള്ള കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. സോ ഈ സൗകര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സകല റിവാർഡുകളും നിങ്ങൾ വീതിച്ചു കൊടുക്കേണ്ടതാണ് എന്ന ധാർമ്മികമായ പാഠവും കൂടി ഉള്ളാലെ പഠിക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാമൂഹ്യ ബോധ്യമുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരായി വളരാൻ കഴിയട്ടെ. എന്തൊക്കെ ആകാനാണോ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, എവിടെയൊക്കെ എത്തിച്ചേരാനാണോ നിങ്ങളുടെ മോഹം, അവിടേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിന് ഈ സ്കൂൾ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട വഴിയാവട്ടെ, വെളിച്ചമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡ്യൂട്ടി ടൈമിലാണ്, ഓഫീസിൽ തിരികെ എത്തണം. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സവിശേഷമായ സന്തോഷം പങ്കുവെക്കുന്നു. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ദിവസങ്ങളാവട്ടെ, കളർഫുള്ളായ ദിവസങ്ങളാവട്ടെ.
ഇനി ഒരിക്കൽ കൂടി സ്കൂളിനെ കുറിച്ച്, നിങ്ങൾ ഒരുപാട് പ്രായമാകുമ്പോഴും ആളുകൾ സ്കൂളിൻ്റെ നൊസ്റ്റാൾജിയെക്കുറിച്ച് പറയും. അങ്ങനെ പറയുമ്പോൾ എൻ്റെ സ്കൂളിലേക്ക് ഒരിക്കൽ കൂടി എനിക്ക് മടങ്ങിപ്പോയാൽ കൊള്ളാമായിരുന്നു എന്ന് ഉള്ളുകൊണ്ട് തോന്നുന്ന മനുഷ്യരായിട്ട് വളരട്ടെ. നിർഭാഗ്യവശാൽ ഞാനൊന്നും അങ്ങനെ കാര്യമായി തോന്നുന്ന ആളല്ല. അപ്പോൾ അങ്ങനെ തോന്നുന്ന, തിരികെ പോകണം ഒരിക്കൽ കൂടി, എന്നെ പഠിപ്പിച്ച അധ്യാപകരെ ഒരിക്കൽ കൂടി കാണണം എനിക്ക് എന്ന് ഉള്ളുകൊണ്ട് തോന്നുന്ന മനുഷ്യരായി വലുതാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പുതിയ കാലത്തെ ചുവരെഴുത്തുകൾ വായിക്കാൻ, പുതിയ ടെക്നോളജികളെ മനസ്സിലാക്കാൻ, അതിനൊപ്പിച്ച് പരിവപ്പെടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.